ഹായ് ഗൈസ്. സോ ഇന്ന് ഞാൻ സ്മിറ്റൻസിൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു കേട്ടോ. സ്മിറ്റൻ എന്ന് പറയുന്ന ആപ്പിൽ ഒരു ട്രയൽ വേർഷൻസ് ഉണ്ട്. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആൻഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാനൊരു ബിഗിനറാണ്. എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിങ്ങനെ വെറുതെ യൂട്യൂബൊക്കെ കണ്ട് ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് എനിക്കത് പറ്റും ഇങ്ങനെ ചെയ്യുന്നൊരു പേഴ്സണാണ്. അപ്പം എന്നെപ്പോലത്തെ ഒരു ബിഗിനറിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. ഇതിൻ്റെ ഒരു പ്രൊമോഷനൊന്നും അല്ല, ബട്ട് എനിക്ക് പേഴ്സണലി ആ ആപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 250 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 6 പോയിന്റ്സ് തരും. ആൻഡ് ആക്ച്വലി സംടൈംസ് അവർ ഓഫേഴ്സ് റൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് 12 പോയിന്റ്സ് ഒക്കെ കിട്ടും ആ ഒരു പ്രൈസിന്. അതാണ് ബേസിക്കലി ആ ആപ്പ്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പോയി നോക്കി തന്നെ മനസ്സിലാവും അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളു. 200 നമുക്ക് എല്ലാത്തിൻ്റെ ട്രയൽ പാക്ക് കിട്ടും. ആക്ച്വലി അതെനിക്ക് ഭയങ്കര വേർത്ത് ഇട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡക്ട്സ് നമുക്ക് പറ്റാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും. നമ്മളത് വലിയ പൈസ കൊടുത്ത് വാങ്ങി അത് നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മളത് കളയേണ്ട അവസ്ഥയാണ്. അപ്പം ഈ ഒരു ആപ്പ് ഉണ്ടാകുമ്പം നമുക്ക് പറ്റിയ പ്രൊഡക്റ്റ് എന്താണ്, ഏത് സെറമാണ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വിറ്റമിൻ സി പറ്റില്ല. അത് ആക്ച്വലി ഞാനിങ്ങനെ വാങ്ങി യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിറ്റമിൻ സി എൻ്റെ അടുത്തൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. അത് ലെമൺ ഡയറക്റ്റ് യൂസ് ചെയ്താലും ഒക്കെ എനിക്ക് വിറ്റമിൻ സി റിലേറ്റഡ് എന്ത് വന്നാലും ഫേസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഒട്ടുമിക്ക ഫേമസ് പ്രൊഡക്ട്സ് ഒക്കെ ഇതിൽ കിട്ടും ട്രയലിൽ. എല്ലാം കിട്ടില്ല, ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്ത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യുക ആസ് എ ബിഗിനർ ആണെങ്കിൽ. ആൻഡ് ഓൾസോ ബിഗിനേഴ്സിന് മാത്രമല്ല, എല്ലാത്തവർക്കും ഇപ്പം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ആണെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഞാനൊരു സ്ഥിരം കസ്റ്റമറാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറിയിട്ട് എനിക്ക് ഇഷ്ടമാവുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങാറുണ്ട്. ഇത് ആക്ച്വലി 2 ദിവസമായി വന്നിട്ട് ഞാൻ ഓൾറെഡി പൊട്ടിച്ച സാധനങ്ങളൊക്കെ നോക്കി, ബട്ട് യൂസ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഫസ്റ്റ് വരുന്നത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ ഇതിന് കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോസും കണ്ടിട്ടുണ്ട്. ഇതൊരു ആക്ച്വലി ഒരു ലിക്വിഡി കൺസിസ്റ്റൻസിയിൽ വരുന്നൊരു സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ റിവ്യൂ എന്തായാലും പറയാം. ഇത് കണ്ടു, ഭയങ്കര ലിക്വിഡി കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ്. ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല, ഒരു ലോഷൻ അപ്ലൈ ചെയ്ത ഒരു ഫീലാണ്. എനിക്ക് സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് ഭയങ്കര ഇട്ട ഫീല് വരും, വൈറ്റ് കാസ്റ്റും ആൻഡ് ഓൾസോ ഒരു ഭയങ്കര തിക്ക് ലെയർ മുഖത്തുള്ള പോലത്തെ ഫീലാണ് സൺസ്ക്രീൻ. അപ്പം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യൽ വളരെ കുറവാണ്. ഞാൻ കറക്റ്റ് എനിക്ക് ഇഷ്ടമായ ഒരു സൺസ്ക്രീന് തപ്പി നടക്കുകയായിരുന്നു. ഇത് ആക്ച്വലി എനിക്ക് യൂസ് വൈസ് ഇഷ്ടമായി, മീൻസ് ആപ്ലിക്കേഷൻ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കട്ടെ ഇനിയിപ്പോൾ ഇത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടത് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഐ ട്രൈ. പിന്നെ ഞാൻ ബോംബെൻ്റെ ഒരു റേസറാണ്. ഞാൻ ആക്ച്വലി റേസേഴ്സ് അധികം റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഫേഷ്യൽ ഹെയർസൊന്നും ഞാൻ അധികം കളയാറില്ല. ഈ ഏരിയാസിൽ എനിക്ക് അത്യാവശ്യം ഹെയർസൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി എപ്പോഴും റേസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇങ്ങനൊരു ഇതിലാണ് വന്നിട്ടുള്ളത്. കൊള്ളാം. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇത് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ വാങ്ങിയത്. ആക്ച്വലി ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. ഇതൊരു ഭയങ്കര നല്ല മോയ്സ്ചറൈസർ, മുഖത്തിടുമ്പോഴേ ഒരു കൂളിംഗ് എഫക്ട്സ് വരുന്നൊരു മോയ്സ്ചറൈസറാണ്. ഇത് ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇതൊരു നല്ല സൺസ്ക്രീനാണ്, ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് ഫേസിലിട്ട് കഴിഞ്ഞാൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ. യൂസ് ചെയ്തതിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് നല്ല മോയ്സ്ചറൈസിങ് തരുന്നുണ്ട് നമുക്ക് ഫേസ്. പിന്നെ ഒരു ഫേസ് ക്രീമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ആക്ച്വലി ഞാനൊരു മണ്ടത്തരം ചെയ്തു. ഇത് വിറ്റമിൻ സി ഇൻഫ്യൂസ്ഡ് ആണ് ഇതിൻ്റെ അകത്ത്. അപ്പം ഞാനിത് ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിക്കാതെ വാങ്ങിയതാണ്. ബട്ട് സ്റ്റിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊരു പ്രതീക്ഷയില്ല, കാരണം വിറ്റമിൻ സി എൻ്റെ ഫേസിലിട്ട സീനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂ എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് വലിയ അറിയില്ല കേട്ടോ. പിന്നുള്ളത് പിൽഗ്രിമിൻ്റെ ഒരു അണ്ടർ ഐ ക്രീമാണ്, റെറ്റ്നോളിൻ്റെത്. ഇതിലും വിറ്റമിൻ സി വരുന്നുണ്ട്. പിന്നെ ഇത് അണ്ടർ ഐയിലാണ് വരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇത് എത്രത്തോളം എനിക്ക് എഫക്റ്റീവ് ആവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇതൊക്കെ പിന്നെ ഡ്രൈ പാക്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാമല്ലോ. പിന്നെ ഡെർമാക്കോൻ്റെ 2% സാലിസിനമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഡെർമാക്കോൻ്റെ തന്നെ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി വളരെ നല്ലൊരു ഫേസ് വാഷ്. ഇത് ഞാൻ സാലിസിലിക് ആസിഡും നിയാസിനമൈഡും കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇത് രണ്ടും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറമാണ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത്. പിന്നെ ഷുഗറിൻ്റെ ഒരു പെൻസിൽ. ഞാൻ ഇതുവരെ പെൻസിൽ വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് വളരെ കുറവാണ്. ഞാൻ മേക്കപ്പ് ഇടുന്ന ഒരു പേഴ്സണോ ഒന്നുമല്ല. പക്ഷേ എനിക്കിങ്ങനെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വെറുതെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ വെറുതെ വാങ്ങി വയ്ക്കും. ഇതൊന്നും ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് ഷെയ്ഡ്.
അത്യാവശ്യം ഒരു റെഡ് കളറാണ്, കുഴപ്പമില്ല, എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് നന്നായിട്ടൊരു പെയർ ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് പറയാം. അടുത്ത് വരുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാനൊരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ഫീൽ ഉണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ നോക്കട്ടെ എന്തുണ്ട് എൻ്റെ അവസ്ഥ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണിത്. ഇതെനിക്ക് ആക്ച്വലി ഫ്രീ ബീസ് ആയിട്ട് കിട്ടിയതാണ്. ഇതൊരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണെന്നാണ് പറയുന്നത് എവിടെയുടെ. ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയയും ഇല്ല. ഇതൊരു ഫ്രീ ബീസ് ആയിട്ട് വന്നതാണ്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതല്ല. ഇതും എന്തായാലും ഫ്രീ കിട്ടിയല്ലേ, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നിങ്ങളും എന്തായാലും സ്മിറ്റൻസ് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് 200 റുപ്പീസ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വാങ്ങുന്നുണ്ട്, നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടുകയാണ്, വളരെ നല്ലതല്ലേ. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് പറയാം. ഓക്കെ, ബൈ.